ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ തുറന്ന പോരാട്ടമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അളന്നു കുറിച്ചായിരുന്നു ഇന്ത്യയുടെ ആക്രമണം. പാക് അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ നിലംപൊത്തി. ലക്ഷ്യം കൃത്യം, പ്രഹരം ശക്തം. കൃത്യതയാർന്ന ഇന്ത്യൻ സേനയുടെ ആക്രമണങ്ങൾ വിരൽ ചൂണ്ടിയത് ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈലുകളിലേക്കാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദീർഘവീക്ഷണത്തിന്റെ കൂടി ഫലമാണ് ബ്രഹ്മോസ് മിസൈൽ. ആള് ചില്ലറക്കാരനല്ല, ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ ഉപോൽപ്പന്നം. അങ്ങനെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും സവിശേഷതകളിലേറെയുണ്ട് ഇന്ത്യയുടെ സൂപ്പർ ഹീറോയ്ക്ക്. എന്താണ് ബ്രഹ്മോസ് മിസൈൽ? ദീർഘദൂര റാംജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. സൂപ്പർസോണിക് എന്നാൽ ശബ്ദവേഗതയേക്കാൾ കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. കരയിൽ നിന്നും, പോർവിമാനങ്ങളിൽ നിന്നും, അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഈ മിസൈലിന്റെ ദൂരപരിധി 290 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ്. സബ്സോണിക് ക്രൂയിസ് മിസൈലിനേക്കാളും 2.5 മടങ്ങ് വേഗതയിൽ ഇവ സഞ്ചരിക്കും. ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്ന ഗൈഡഡ് സിസ്റ്റത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം കണ്ടേ അടങ്ങൂ എന്ന് ചുരുക്കം. 2 ഘട്ടങ്ങളിലായാണ് ഇതിന്റെ പ്രവർത്തനം. ആദ്യഘട്ടത്തിൽ ഒരു സോളിഡ് പ്രൊപ്പല്ലന്റ് ബൂസ്റ്റർ പ്രവർത്തിക്കുന്നു. മിസൈൽ ആവശ്യമായ വേഗതയും ഉയരവും നേടിയ ശേഷം ബൂസ്റ്റർ വേർപെടുത്തുന്നു. ബൂസ്റ്റർ വേർപെട്ട ശേഷം മിസൈലിന്റെ 2ാം ഘട്ടത്തിലെ റാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കാൻ തുടങ്ങും. ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്തുമ്പോൾ മിസൈലിനകത്തെ ആക്റ്റീവ് റഡാർ സീക്കർ പ്രവർത്തിച്ചു തുടങ്ങും. പിന്നെ നേരെ ലക്ഷ്യത്തിലേക്ക്. വേഗതയ്ക്കൊപ്പം കൃത്യതയാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകളുടെ പ്രത്യേകത. ശത്രുക്കളുടെ റഡാറുകൾക്ക് അങ്ങനെയൊന്നും ഈ മിസൈലുകൾ പിടികൊടുക്കില്ല. അനായാസം ലക്ഷ്യസ്ഥാനത്തെത്താനും ശത്രുമേഖലകളിൽ കനത്ത നാശം വിതയ്ക്കാനും ഇതിനാകും. 1980-കൾ മുതൽ തന്നെ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ IGMDP അഥവാ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചു തുടങ്ങി. അഗ്നി, ആകാശ്, പൃഥ്വി തുടങ്ങി ഒരു ശൃംഖല തന്നെ ഈ സമയത്ത് വികസിപ്പിച്ചതാണ്. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിൽ ആകാശ് മിസൈലുകൾ ഉപയോഗിച്ചിരുന്നതായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 90-കൾ മുതലാണ് രാജ്യത്തിന്റെ ഡിഫൻസ് ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ക്രൂയിസ് മിസൈലുകളുടെ ആവശ്യകതയെപ്പറ്റി ഇന്ത്യ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നത്. 91-ലെ ഗൾഫ് യുദ്ധത്തിൽ ക്രൂയിസ് മിസൈലുകൾ വിജയകരമായി ഉപയോഗിച്ചതിനു പിന്നാലെ ഇന്ത്യ അതിനായുള്ള തിരക്കിട്ട നീക്കങ്ങൾ ആരംഭിച്ചു. അങ്ങനെയാണ് റഷ്യയുടെ സഹകരണത്തോടെ ബ്രഹ്മോസ് മിസൈലുകൾ നിർമ്മിക്കാനുള്ള കരാറിൽ എത്തിച്ചേർന്നത്. 98-ൽ മോസ്കോയിൽ വെച്ച് അന്നത്തെ DRDOയുടെ തലവനായ ഡോക്ടർ കലാമും റഷ്യൻ ഉപപ്രതിരോധ മന്ത്രി NV മുഖൈലോവും കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യയുടെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയുടെ മോസ്കോ നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമത്തിന്റെ ഉൽപ്പത്തി. അതെ, ഇന്ത്യ റഷ്യ സൗഹൃദത്തിന്റെ മറ്റൊരു നേർചിത്രം. ജൂൺ 12 ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്ത് മിസൈലിന്റെ ആദ്യ പരീക്ഷണം വിജയം. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ ആദ്യ പതിപ്പ് 2005-ൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി INS രജപുത്രയിലാണ് മിസൈൽ സ്ഥാപിച്ചത്. പിന്നീട് ബ്രഹ്മോസിന്റെ പല പതിപ്പുകൾ നിർമ്മിച്ചു. കരയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നത്, കപ്പലിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നത്, വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നത്, അങ്ങനെ 2007-ൽ ഇന്ത്യൻ കരസേനയിലേക്കും ബ്രഹ്മോസ് വന്നു ചേർന്നു. 2017-ൽ വ്യോമസേനയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിലും ബ്രഹ്മോസ് ഉൾപ്പെടുത്തി. കഴിഞ്ഞ 24 വർഷത്തിനിടെ അത്യാധുനിക സംവിധാനങ്ങളോടെ ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പുകൾ ഇറങ്ങി. സ്റ്റെൽത്ത് കഴിവുകൾ, കൃത്യത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനായി 2025 നവംബറിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഹൈപ്പർസോണിക് പതിപ്പായ ബ്രഹ്മോസ് 2-നെ കുറിച്ചുള്ള ഗവേഷണം പുരോഗമിക്കുകയാണ്. ഇന്ത്യ പാക് സംഘർഷം അലയൊലികൾ തീരും മുമ്പെയാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് ഉൽപാദന യൂണിറ്റ് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തത്. 290 മുതൽ 400 കിലോമീറ്റർ വരെ ദൂരപരിധിയും മാക് 2.8 പരമാവധി വേഗതയിലുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഇവിടെ നിർമ്മിക്കും. പ്രതിവർഷം 100 മുതൽ 150 വരെ പുതുതലമുറ ബ്രഹ്മോസ് മിസൈലുകളായിരിക്കും ഇവിടെ സജ്ജമാക്കുന്നത്. 300 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ പുതിയ യൂണിറ്റ് 30 ഹെക്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മോസ് യൂണിറ്റിനു പുറമെ യുദ്ധവിമാനങ്ങൾക്കും ബഹിരാകാശ ദൗത്യങ്ങൾക്കും വേണ്ടിയുള്ള ടൈറ്റാനിയം അലോയ് പ്ലാന്റുകളും സജ്ജമായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഹാമസ് കാൽ മിസൈലുകൾക്കൊപ്പം ഇന്ത്യ തങ്ങളുടെ വജ്രായുധമായ ബ്രഹ്മോസ് മിസൈലുകളും ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ബ്രഹ്മോസിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ലോകരാജ്യങ്ങൾ ഇത് വാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. ഫിലിപ്പീൻസിന് പുറമെ UAE, ഖത്തർ, അർജന്റീന തുടങ്ങി 17 രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനായി ഇന്ത്യയെ സമീപിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ.